എൻ്റെ ലൈഫിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഡാൻസ് എന്ന് ഞാൻ എഴുതി വെച്ചിരുന്നൊരു കാര്യം. ദൈവത്തിൻ്റെ കൃപ കൊണ്ടും വീട്ടിലെ സപ്പോർട്ട് കൊണ്ടും വൺ ബൈ വൺ ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഒന്നാണ് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പ്രമോ ഷൂട്ടിന് പോയിരുന്നത്. ഡാൻസ് ക്ലാസ്സിലെ സീനിയർ നമ്മുടെ പാറുമോൾ ആയതുകൊണ്ട് തന്നെ പാറുമോൾ കൊണ്ട് നമസ്കാരം ഒന്ന് പഠിക്കുകയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ ആരും വലിയ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരൊന്നല്ല. കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നിട്ടുള്ള ഒരുപാട് സീനിയേഴ്സ് ഉണ്ട്. പിന്നെ ടീച്ചറുടെ സപ്പോർട്ടും അതിഗംഭീരമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ മൂവ് ആവാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഷൂട്ട് ചെയ്ത് ഇച്ചിരി വെയിലൊക്കെ വന്നായിരുന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ പാർക്കുട്ടിനെ പോലത്തെ ഒരുപാട് കുഞ്ഞുങ്ങൾ, നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന കുറേ മക്കളുണ്ട്. പിന്നെ ഞങ്ങളെ പോലത്തെ സീനിയേഴ്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ചേച്ചി ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ പിള്ളേരെ അമ്മമാരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളെ ചേച്ചിനെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ റീലുണ്ടായിരുന്നു. ഷൂട്ടിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരായിട്ട് സെക്ഷൻ ബൈ സെക്ഷനായിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റ് ഞങ്ങൾ ആ ഒരു വീഡിയോ ഇടാം കേട്ടോ. നിങ്ങളാരും ഞങ്ങളെ കമൻറ്റ് ഇട്ട് പൊങ്കാല ഇട്ടിരുന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഈ ഒരു സോങ് നിങ്ങൾക്ക് കണ്ടിട്ട് ആക്ഷൻ കണ്ടിട്ട് ഏതാണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കീത്തുൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമുക്ക് ഈ ഒരു സോങ് ഇടുമ്പോൾ കോപ്പിറൈറ്റും വരുന്നുണ്ട്, ബ്ലോക്ക്ഡ് ആവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. വിസിബിലിറ്റി ബ്ലോക്ക് ആവുക ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. പിന്നെ ഞാൻ കീത്തുൻ്റെ തൊട്ട് ഇപ്പുറത്തേക്കുന്ന കുട്ടി, ഞങ്ങൾ 3 പേരും വലിയ പിള്ളേരാണ് കേട്ടോ. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. പക്ഷെ ബാക്കി 2 കുട്ടികൾ അവർ പ്രൊഫഷണലായിട്ട് ഡാൻസ് പഠിക്കുന്ന കുട്ടികളാണ്. അതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്ക് അവരിൽ കാണാൻ പറ്റും, ഞങ്ങളിലും ആ ഒരു പെർഫെക്ഷൻ കുറവ് കാണാൻ പറ്റും. പക്ഷേ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ സാധിക്കുക. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് എഫേർട്ട് എടുക്കുക. കളിച്ച് നാളെ നമ്മളും നല്ലോണം പ്രൊഫഷണലായിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരാകും അല്ലേ ഗൈസ്? അപ്പോൾ ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള അമ്മമാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യട്ടോ.